ഓ സീസൺ ചെരുപ്പിച്ച് കോരി എടുത്തേക്കുന്നുണ്ടോ കടിച്ചടാ എൻ്റെ ഐറ്റൊക്കെ. ഹലോ ഗൈസ്, വിഷൻ ബ്രോസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് നമ്മുടെ ചാനൽ ഇതുവരെ ചെയ്യാത്തൊരു കിടിലൻ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, വേനൽ മഴ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും പിള്ളേരും എല്ലാവരും കൂടി ഒരു കിടിലൻ മീൻപിടുത്തം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്ന മെയിൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യേണ്ട മെയിൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നേരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റും, നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു കിടക്കാച്ച വീഡിയോയിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഈ നമ്മളിന്ന് കാസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്താണ് ഇവരെ നമ്മളിന്ന് കണ്ടുമുട്ടിയത്. അവരാണെങ്കിൽ നല്ല പോള കയറി തിങ്ങിക്കിടന്നൊരു തോട്ടിൽ വല വെച്ചിട്ട് നല്ലോണം അനക്കി നല്ലോണം മഴ പൊടിക്കുന്നുണ്ട്. ആ ഒരു സമയത്തായിരുന്നു അവർ ആ മഴയത്ത് കടന്നുകൊണ്ട് ആ ഒരു കലക്ക വെള്ളത്തിൽ, അതും നല്ല കച്ചി ചീഞ്ഞ വെള്ളമായിരുന്നു കഴിച്ച്. ആ ഒരു വെള്ളത്തിൽ അവർ ഇറങ്ങിയത് വല അനക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഒന്ന് വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ നല്ലോണം എടുത്തു, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ചിരിച്ചു പോകുന്നതേടെ അവർ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ വീഡിയോ എടുത്തത്. അപ്പോൾ അവർ ഏകദേശം ഞാൻ നിങ്ങൾക്ക് വലിയ ലാഭം തരാതെ വീഡിയോ ഷോർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ വല വലിച്ചത് നേരെ കരക്കടുപ്പിച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് പോളയും വീസും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് അതിനകത്ത് നിന്ന് മീൻ എടുക്കുന്ന സീനാണ് നമ്മൾ മെയിനായിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഇവരുടെ നിന്ന് ഒരിക്കലും മീൻ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ ഇവരൊരു കഷ്ടപ്പാട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് ഈ ഒരു തണുപ്പത്ത് ഈ ഒരു മഴ സമയത്ത് കുറേ നേരം അവർ കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത്രയും മീനെ പിടിക്കുന്നത്. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് പിന്നെ നിങ്ങൾ എന്താ പറയുക ബാർഗെയിൻ ചെയ്ത് മീൻ വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമായിട്ടൊരു കാര്യമാണ്. നമ്മളൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ചൂണ്ടയിട്ട് വെള്ളത്തിൽ ഇറങ്ങാതെ പിടിക്കുന്നതാണ്. പക്ഷേ ഇവരെ പോലുള്ള പറയുന്ന ഒരിക്കലും നിങ്ങൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കലെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് കടലിലെ ആൾക്കാർ നമ്മൾ ഏതൊരു സാധനത്തിനും അവർ അതിൻ്റെതായ പ്രൈസ് ഇടുന്നത്, അതിൻ്റെ മേലിൽ അത്രയും അവർ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പിടിക്കുന്നത് ഗൈസ്. അപ്പോൾ അവർ കുറേ നേരം കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു വല വലിയ അനക്കമൊന്നും ഇല്ല, കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അവസാനം ഒരു വരാടി ചാടി വീഴുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തെങ്കിലുമൊക്കെ കാണുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഗൈസ് ഇവർക്ക് എന്തെങ്കിലും കിട്ടണേ. കാരണം വെച്ചാൽ അവർ അതുകണക്ക് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവസാനം അവർ വല പൊക്കി കരക്കിടാൻ നേരത്തെ അത്യാവശ്യം മീനുണ്ടായിരുന്നു ഗൈസ്. അതൊരു ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് രണ്ട് ചേട്ടന്മാരുടെ ചിരി കാണണമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ അവരെ കുറച്ച് എൻ്റേതായ രീതിയിൽ ഞാൻ കുറേ സഹായമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ വല എടുക്കും, നീ അപ്പം നല്ലോണം വീഡിയോ ഒക്കെ എടുത്തോണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു മഴയത്ത് നല്ല നോയ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ വലയുടെ ഡീറ്റെയിലും കാര്യങ്ങളും എനിക്ക് അവരോട് ചോദിച്ച് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഈ ഒരു തണുപ്പത്ത് ഇരുന്നുകൊണ്ട് വിറയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിന്നെ അവരെ വീഡിയോയുടെ പേരിലും ചൂഷണം ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവരിത് ഒരുവിധം വല വലിച്ച് അവർ കരക്കിയിട്ടിട്ടുണ്ട്. അതിനകത്ത് അത്യാവശ്യം നല്ലോണം ചെളി കൊണ്ടെന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടായിരുന്നു, നിറയെ ഉണ്ടായിരുന്നു. ആ ഒരു വെയിറ്റ് വെച്ചിട്ട് അവർ ആ വല വലിച്ച് കരക്കിയിട്ടിട്ട് അതിനകത്ത് നിന്നാണ് അവരിപ്പോൾ മീനും എടുക്കാൻ പോകുന്നത്. ഗൈസ്, ഇനി അങ്ങോട്ടൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മസ്റ്റായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ പിള്ളേർ മീൻ പിടിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ കാണണം. ചെയ്തുകൊണ്ടല്ലോ ഒരു വല നിറയെ ഇഷ്ടം പോലെ വരാലും കാര്യം ചെമ്പലിയും കൂരിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കൂരിച്ചിലാനൊന്നും എടുത്തില്ല, വരാലും കാരിനും ചെമ്പലിനും മാത്രം എടുത്ത് ബാക്കിയുള്ള മീൻ എല്ലാവരും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് ഈ ഒരു പരിപാടി ചെയ്യുന്ന ചേട്ടന്മാർ തന്നെയായിരുന്നു. അപ്പം ഈ രണ്ട് ചേട്ടന്മാരെ ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.
ഗോയ്സ് ഇത് കണ്ടത് വെള്ളം ഇറങ്ങുന്നിടത്ത് പിള്ളേർ മീൻ പിടിക്കുന്നുണ്ട്. ഞാൻ കാശ് ചെയ്യാൻ വേണ്ടി വന്നത്. ഇഷ്ടം പോലെ മീനുണ്ട്. പിള്ളേർ കിറ്റൊക്കെ കണ്ടത്. കിറ്റൊക്കെ നിറച്ചവന്മാർ വയമ്പിലൊക്കെ പിടിച്ച് വെച്ചേക്കാണ്. എടാ നിന്റെ പേരെന്തോടാ? നിന്റെയോ? നിന്റെയോ? എടാ നിന്റെ പേരെന്തോടാ? എടാ നിന്റെ പേരെന്തുവാ? ഇവരെല്ലാം കൂടി പിടിച്ച് മീനെ കണ്ടോണ്ടത്. ഒരുത്തൻ്റെ മാത്രമാണ് അത്. പോരാത്തൊരു കുപ്പിയിൽ അത്യാവശ്യം വയമ്പും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ വേറെ മീൻ പിടുത്തം കാണാം. എന്തായാലും ബാക്കി അടുത്ത മീൻ അടിച്ചൊക്കെയാ പിടിക്കുന്നത്. സീസാണ്. എടാ വീശാൻ അറിയാം. അത് ചെരുപ്പിച്ച് കോരി എടുത്തേക്കുന്നുണ്ട്. കടിച്ചടാ എന്റെ ഐറ്റൊക്കെ കാണിച്ചാ ക്രോക്സിൽ മീൻ പിടിക്കുന്നുണ്ട്. ചെരുപ്പിലൊക്കെ പിടിച്ചോണ്ടിരുന്നുണ്ട്. കൈ കാണിച്ചാ ഇഷ്ടംപോലെ വയമ്പ് കൈ കൊണ്ട് പിടിക്കുന്നത്. ഇവിടെ ഓരോ കയറി വരുന്ന മതി. വല വല്ലം വെച്ച് കോരാ വലായിരുന്നോടാ? പിടിയാടാ പിടിയാടാ. എല്ലാവർക്കും നാളെ നോക്കട്ടെ. നാളെ വരാം. ശരി.